ഹലോ, ഞാൻ സോഫിയ. എല്ലാവർക്കും ഹോംലി ബേക്സ് ആൻഡ് റെസിപ്പിയിലേക്ക് സ്വാഗതം. കടുക്, മസ്റ്റാർഡ്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ സാധാരണ മുളക്, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 1.5 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് ഇടുന്നുണ്ട് ഞാൻ. സാധാരണ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, നമ്മൾ 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാണ്. ഇനി 1 കിലോ ബീഫിന് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ സവാള ഇട്ടു. സവാള നന്നായിട്ട് വഴറ്റാം. ഒരു സ്ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമ്മുടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന മസാല നമുക്ക് ആഡ് ചെയ്യാം. ഈ മസാലയും നന്നായിട്ട് വഴറ്റണം, നന്നായിട്ട് കുക്കാവണം. ഒരു 5-10 മിനിറ്റ് ഇതുപോലെ നമുക്ക് വഴറ്റി ഓയിൽ സെപ്പറേറ്റ് ആകുമ്പോൾ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കഴുകി വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ വിനാഗിരിയുടെ പുളി വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. 1/2 കപ്പ് വിനാഗിരി നമ്മൾ ചേർത്തു. പുളി നോക്കണം, ഉപ്പ് നോക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് അടച്ചു വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ബീഫിന് എത്ര വിസിൽ വേണമെന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മുടെ കുക്കായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പുളി ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി വിനാഗിരി ചേർക്കാം. ബീഫ് നന്നായിട്ട് വെന്ത് നമ്മുടെ വിന്താലു റെഡി. എല്ലാവരും ഇനി ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.